തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനശ്രവണത്തിലേക്ക് നമ്മളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്ത നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ജോലികളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ വചനം ശ്രവിക്കുവാനായി നമ്മളെ അനുവദിക്കുന്ന കർത്താവിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 7-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഒരിക്കലൊരു അമേരിക്കൻ വൈദികൻ്റെ വചനം ശ്രവിച്ചപ്പോൾ അച്ഛനിങ്ങനെ വ്യാഖ്യാനിച്ചത് ഞാൻ ഓർക്കുകയാണ്. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അരുവി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്, അരുവികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കേട്ടത്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ. അരുവികൾ അരുവികൾ നമ്മളിൽ ഒഴുകും എന്ന് പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വിവിധങ്ങളായ ശാഖോപശാഖകളായി നമ്മുടെ ജീവിതത്തിലൂടെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമായിട്ട് നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകും എന്നാണ് അന്ന് കേൾക്കാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, പൗലോസ്ലീഹ പറയുന്നത് പോലെ ഈ അരുവികൾ, പ്രത്യേകിച്ചും വരദാനങ്ങളുടെ മേഖലയിൽ നമ്മൾ കഴിഞ്ഞൊരു പഠനത്തിൽ ഭാഷാവരത്തെക്കുറിച്ച് കണ്ടതുപോലെ ഇന്ന് നമ്മളിപ്പോൾ കാണുകയാണ് ഈ അറിവിൻ്റെ വരത്തെക്കുറിച്ച്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയുടെ ജീവിതം പൂർണ്ണമായി വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പല രീതിയിൽ പ്രവർത്തിക്കും. അതിലൊരു രീതിയാണ് നമ്മൾ പറയുക അറിവിൻ്റെ വരം എന്ന് പറയും. ഇതിനെ വേർഡ് ഓഫ് നോളജ് എന്ന് നമ്മൾ ഇതിനെ ഇംഗ്ലീഷിൽ പറയും. നമുക്കറിയാം, മാമോദിസായിലൂടെ കിടക്കുന്ന പരിശുദ്ധാത്മാവ്, സ്ഥൈര്യലേപനത്തിലൂടെ ഉജ്ജ്വലിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവ്, മറ്റൊരു കയ്പ് ശുശ്രൂഷയിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി നമ്മളിലൂടെ പ്രവർത്തിക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വ്യത്യസ്തങ്ങളായ രീതിയിൽ നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രീതിക്ക് പറയുന്ന പേരാണ് അറിവിൻ്റെ വരം, അല്ലെങ്കിൽ അറിവിൻ്റെ വരം നമുക്ക് ലഭിക്കുകയാണ്. എന്താണ് ഈ അറിവിൻ്റെ വരം? നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു വരമാണ് ഇത്. പ്രത്യേകിച്ചും ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ അത്യാവശ്യമാണ്. അറിവിൻ്റെ വരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവ്. നമുക്ക് ലോകത്തിലെ അറിവുകൾ അല്ല ഈ പറയാനായിട്ട് പോകുക. അതായത് ദൈവം ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സംഭവത്തെക്കുറിച്ച് എല്ലാം അറിയുന്നു. ആ അറിവിൽ നിന്ന് നമുക്ക് തരുന്ന ഒന്നാണ് ഈ അറിവ് എന്ന് പറയുന്നത്. അതായത് 139-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, പല പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടില്ലേ, എന്താണ്? കർത്താവ് എല്ലാ കാര്യങ്ങളും അറിയുന്നു. ആ അറിവിൽ നിന്ന് നമുക്ക് ദൈവം തരുന്ന ഒന്നാണ്. അറിവിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു അംശമാണ്, മൊത്തം നമുക്ക് തരില്ല കേട്ടോ, അതിൽ നമുക്ക് കിട്ടുന്നൊരു അംശമാണ് ഈ അറിവിൻ്റെ വരം എന്ന് പറയുന്നത്. അതായത് ഒരു സംഭവത്തെക്കുറിച്ചോ, ഒരു വ്യക്തിയെക്കുറിച്ചോ, ഒരു സാഹചര്യത്തെക്കുറിച്ചോ കർത്താവിന് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. ആ അറിവിൽ നിന്ന് കർത്താവ് എന്ത് കാര്യം നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നുവോ അതിനാണ് ഈ അറിവിൻ്റെ വരം എന്ന് പറയുന്നത്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാവാം, ഇപ്പോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്നലെ സംഭവിച്ചൊരു കാര്യമാകാം, ഇന്നിപ്പോൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ സംഭവിച്ചൊരു കാര്യമാകാം, വരാനിരിക്കുന്ന കാര്യമാകാം. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ കർത്താവ് വെളിപ്പെടുത്തി തരിക. അവിടുത്തെ അറിവിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഊഹിച്ചെടുക്കാനോ പ്ലാൻ ചെയ്തെടുക്കാനോ ഒന്നും പറ്റുകയില്ല. ഈ വരം കർത്താവ് ഒരുപാട് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അറിവിൻ്റെ വരത്തിലൂടെ നമുക്ക് ഒരു പിടി ആത്മാക്കളെ നേടാൻ പറ്റും. ക്രിസ്തു ശരീരത്തെ പടുത്തുയർത്താനായിട്ടുള്ള വളരെ എളുപ്പമായിട്ടുള്ള ഒരു മാർഗമാണ് ഈ അറിവിൻ്റെ വരം എന്ന് പറയുന്നത്. ഇത്രയും വർഷം വചനം പ്രഘോഷിക്കുകയും ഇത്രയും ടോക്കുകൾ ഈ TV-യിലൊക്കെ നൽകുകയും ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ച സ്ഥിതിക്ക് ഈ അറിവിൻ്റെ വരത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയുക ഞാൻ വളരെ കൊതിയോടെ ആഗ്രഹിച്ചുകൊണ്ട് നിന്നുകൊണ്ട് പറയുകയാണ്. കാരണം എല്ലാവർക്കും ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെന്ന് അറിയണം, കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഡയഗ്നോസ് ആണ്, അല്ലെങ്കിൽ പരിശോധിക്കുവാൻ നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് ഈ അറിവിൻ്റെ വരം എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും
ഒരു 90% ഓർമ്മയില്ലാതെ ഇങ്ങനെ അടിഞ്ഞ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. നമ്മളത് സ്വീകരിച്ചേ അറിഞ്ഞേ പറ്റൂ. നമുക്കറിയാം ഈ 90% ഞാൻ ഓർക്കാതെ കിടക്കുന്ന, എൻ്റെ ജീവിതത്തിൽ വേദനിച്ച, നൊമ്പരപ്പെടുത്തിയ, തളർത്തിക്കളഞ്ഞ, മുറിവേൽപ്പിച്ച ഈ 90% കാര്യങ്ങളും എൻ്റെ ജീവിതത്തെ പല രീതിയിൽ സ്വാധീനിച്ച് എൻ്റെ ജീവിതത്തെ കൊച്ചാക്കിക്കൊണ്ടിരിക്കുക, ചെറുതാക്കിക്കൊണ്ടിരിക്കുക, എൻ്റെ കഴിവുകളെ പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എൻ്റെ സാധ്യതകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനെ നമ്മൾ തരണം ചെയ്യാനായിട്ട് ദൈവം നമുക്ക് തരുന്ന ഒരു സ്വർഗീയ ആയുധമാണ് ഈ അറിവിൻ്റെ വരം എന്ന് പറയുന്നത്. ഒരു 10-40 കൊല്ലത്തോളം ഇതൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാൻ നിന്ന് പറയുകയാണ്, ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രീസിൽ നിന്നും കിട്ടുന്നതല്ല ഇത്. ദൈവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്, ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ്. ഇതിനു വേണ്ടി നമ്മളൊന്ന് കൊതിക്കണം. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു പുതിയ അറിവ് വരുമ്പോൾ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളത് പഠിക്കുന്നത്. ഒരു 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 മൊബൈലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെക്നിക്കൽ ലെവലിൽ ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളതിനെ ഷെയർ ചെയ്യുന്നു, പറയുന്നു, ആർജിച്ചെടുക്കുന്നു. എന്തെല്ലാം ടെക്നോളജികൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു. ഈ സ്വർഗീയ ടെക്നോളജിയെ ഒന്ന് കിട്ടാനായിട്ട് നമ്മളൊന്ന് പരിശ്രമിച്ചു നോർത്തൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഇത് ഈ ഉള്ളിൽ കിടക്കുന്ന ഈ 90% കാര്യങ്ങളെയും പരിശോധിച്ചറിയാനുള്ള ഒരു സ്കാനിങ് മിഷനാണ് ഈ അറിവിൻ്റെ വരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതെൻ്റെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നു. ഞാൻ ഇന്നും ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിക്കാൻ വന്ന ഒരു വ്യക്തി പറയുന്നു, സിസ്റ്ററെ, എനിക്ക് വിവാഹ ജീവിതം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പേടിയാണ്. പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഇഷ്ടമാണ് ഒരു തരത്തിൽ, പക്ഷേ എനിക്ക് വിവാഹ ജീവിതമാണ് വിളിയെന്നറിയാം, പക്ഷേ എനിക്ക് ഭയങ്കരമായ പേടിയാണ്. ഒരു 30 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഇന്ന് പറഞ്ഞാൽ ഇതിന് വിലയില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്ന് കാണാൻ വേറെ രീതികളിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതായത് അപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടി 20 വയസ്സുള്ള ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം ഉള്ളിൽ ഒതുങ്ങിക്കിടന്ന ഒരു കാര്യം പറയുകയാണ്. എന്താണെന്നറിയാമോ? ഈ കൊച്ചിന്, ഈ 20 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക്, അവൾക്കൊരു 3-4 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ ചേച്ചിയുടെ വിവാഹം നടന്നു. ചേച്ചീനെ പ്രസവത്തിന് കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ അന്ന് ആ പ്രസവവുമായി ബന്ധപ്പെട്ട് വളരെയേറെ പ്രശ്നങ്ങളുണ്ടായി. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ ഈ കൊച്ചിൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ കയറിയ ഒരു കാര്യമാണ്, വിവാഹം കഴിച്ചാൽ പ്രസവിക്കണമല്ലോ. പ്രസവം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമായിട്ട് ഈ കുഞ്ഞു മനസ്സിൽ അടിഞ്ഞൂടി. ഈ കൊച്ചിത് മറന്നേ പോയി കാര്യം. പരിശുദ്ധാത്മാവായ ദൈവം ചോദിക്കുകയാണ്, മൂത്ത ചേച്ചിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ആ ചേച്ചിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ എന്താണ് കുടുംബത്തിൽ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മ അത്രയും സ്കാൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത്, ഇത് ഈ ഓർമ്മകളിൽ ഇങ്ങനെ അടിഞ്ഞു കിടന്നിട്ട് ആ ജീവിതത്തെ മുഴുവൻ അത് ബാധിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈശോ കുരിശിൽ മരിച്ചത് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനാ, എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം നൽകാനാ. ശാരീരിക സൗഖ്യം, മാനസിക സൗഖ്യം, ആത്മീയ സൗഖ്യം നമുക്ക് ഏറ്റിരിക്കുന്ന ഫുൾ സ്വാതന്ത്ര്യവും സൗഖ്യവും നൽകാൻ വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. ഈ രക്ഷയുടെ അനുഭവം ഇപ്പോഴും നമുക്ക് വേണ്ടവണ്ണം സ്വന്തമാക്കാനായിട്ട് പറ്റുന്നില്ലാത്തതിൻ്റെ ഒരു കാരണം ഈ സ്വർഗീയ ആയുധങ്ങൾ നമ്മൾ എടുത്തുപയോഗിക്കാത്തത് കൊണ്ടാണ്. വിദ്യാഭ്യാസ മേഖലകളിൽ നമ്മൾ നേടിയിട്ടുണ്ടാവാം, സാമ്പത്തിക മേഖലയിൽ നേടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാനസിക മേഖലയിൽ നേടിയിട്ടുണ്ടാവാം, ആത്മീയ തലം തകർന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാ തലങ്ങളിലും നമ്മളെ സ്വാധീനിക്കാൻ, ഒരു വ്യക്തിയെ പടുത്തുയർത്താൻ സാധിക്കുന്ന ഒരു സ്വർഗീയ വരമാണ് ഈ അറിവിൻ്റെ വരം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. കർത്താവ് എല്ലാ കാര്യവും അറിയുന്നു. കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും അറിയുന്നു. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നു, എന്തുകൊണ്ട് ഈ വ്യക്തിത്വം ഇങ്ങനെ ഉലഞ്ഞുപോയി, എന്തുകൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ ഒരു ജീവിതത്തിനനുസരിച്ചുള്ളൊരു പക്വതയില്ലാതെ പെരുമാറുന്നു, ഇതിൻ്റെ എല്ലാം റൂട്ട് കോസ് കർത്താവ് കാണിച്ചു തരുന്നത് ഈ അറിവിൻ്റെ വരത്തിലൂടെയാണ്. ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് ഇത് നൽകാനായിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഓർമ്മയിൽ മറഞ്ഞു കിടന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്ന് ഇപ്പോൾ എന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന
ഒരു ബലഹീനതയെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ദുശീലത്തെ എടുത്തു മാറ്റാനായിട്ട് കർത്താവ് സഹായിക്കുന്നു ഈ വരത്തിലൂടെ. ഇത് നമുക്ക് വളരെ വിശിഷ്ടമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കർത്താവാണ് നമുക്ക് നൽകുന്നത്, അല്ലാതെ നമുക്ക് കിട്ടില്ല. യോഹന്നാൻ 8:36 നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, ഇതാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതാണ് കർത്താവ് പറയുക. അപ്പോൾ ഈ അത്യാവശ്യമായ അറിവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ അറിവിൻ്റെ വരത്തിലൂടെ നമുക്ക് നൽകുകയും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു കർത്താവ്. ഇത് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്നും വാങ്ങിച്ചെടുക്കണം. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. നമ്മൾ കാണുന്നുണ്ട് 1 സാമുവേൽ 3:14 കുഞ്ഞു ബേബി സാമുവേലാണ്. ഈ സാമുവേൽ കുഞ്ഞു ബേബി എന്താണ് അവിടെ കിടന്നുറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. 1 സാമുവേൽ 3:13-14 നമ്മളിങ്ങനെ കാണുകയാണ്. കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് കുഞ്ഞു സാമുവേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഏലി പുത്രന്മാരുടെ കാര്യത്തെക്കുറിച്ച്. ഏലി പുത്രന്മാരുടെ ജീവിതം ഭയങ്കര താറുമാറായി പോയി. ഒത്തിരി കഷ്ടത നിറഞ്ഞ ഒരു സന്ദേശമാണ് ഈ കുഞ്ഞു സാമുവേലിനോട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത്. ഇത് പറയാൻ പോലും ഈ സാമുവേൽ മടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ഏലി നിർബന്ധിച്ച് പറയിപ്പിച്ചതുകൊണ്ട് നമുക്കിത് കിട്ടുന്നുണ്ട് എന്താണെന്ന്. ഇവിടെ നമ്മൾ അറിയുന്നത് ദൈവമായ കർത്താവ് ഈ ഏലിയുടെ പുത്രന്മാരുടെ എല്ലാ സ്വഭാവ പ്രത്യേകതകളും അറിയുകയും അത് അതേപടി ഈ കുഞ്ഞിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കുഞ്ഞിനോട് പറയുകയാണ്, ഈ കുഞ്ഞ് അതേപടി ഏലിയുടെ അടുക്കൽ വന്ന് ഇത് പറയുകയാണ്. എന്താണ് കാണുന്നത്? വളരെ അശ്രദ്ധയോടുകൂടിയുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ സാമുവേൽ ഇത് പറയാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവം എല്ലാം അറിയുന്നു. മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാത്തത് മൂലം ഞാൻ അവൻ്റെ കുടുംബത്തിൻ്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി നടത്താൻ പോകുകയാണെന്ന് ഞാൻ പറയുന്നു. സ്വരത്തിലൂടെ കേട്ടു. ദൈവിക സ്വരം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ ഈ അറിവിൻ്റെ വരത്തിൽ വളരുവാനായിട്ട് മറ്റുള്ളവരുടെ ഉള്ളിൻ്റെ ഉള്ളറകളിൽ കിടക്കുന്ന എന്താണ് ഊറിയൂറി വരുന്ന ജീവിത നൊമ്പരങ്ങളുടെ ഉത്തരം ചിലപ്പോൾ കർത്താവ് ദൈവിക സ്വരത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും. കാതോർത്തിരിക്കണം, കാതോർത്തിരിക്കണം. കർത്താവ് നമുക്ക് പറഞ്ഞു തരും. സ്വരത്തിലൂടെ നമ്മൾ കേൾക്കും. ദൈവിക സ്വരത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നു രാജാക്കന്മാർ 1 രാജാക്കന്മാർ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേക്കും അവിടെ കർത്താവ് 1 രാജാക്കന്മാർ 13-ാം അധ്യായം 5-6 തിരുവചനങ്ങളാണ്. ഇവിടെ അത്ഭുതകരമായ രീതിയിൽ ദൈവം എന്താണ് ഈ അറിവിൻ്റെ വരത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്ത്? ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാനായിട്ട് കടന്നു വരികയാണ്. ഈ ഭാര്യ കടന്നു വരുന്നത് വളരെ എന്താണ് 5-6 തിരുവചനങ്ങൾ പറയുന്നു. ജെറോബോവാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചു കൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറോബോവാമിൻ്റെ ഭാര്യ അകത്തു വരൂ. വേറൊരാളായി നടിക്കുന്നത് എന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ ഞാൻ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. അറിവിൻ്റെ വരത്തിലൂടെ ഈ വരാൻ പോകുന്നത് ഒരഭിനയക്കാരിയാണ്. നേരെയല്ല വരുന്നത്, ഒരു അഭിനയക്കാരിയാണ്. ശ്രദ്ധിക്കണം. ഇവളിങ്ങനെ വേറെ ആളായിട്ട് നടിച്ചു വരികയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, അവൾ വാതുക്കൽ കാൽ പെരുമാറ്റം കേട്ടതേ അഹിയ വിളിച്ചു പറയുക, ഭാര്യ ജെറോബോവാമിൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരാനായിട്ട്. കർത്താവ് എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരും. ഒരു ശക്കല ഉൾക്കൊണ്ടെന്ന് തുറന്നാൽ മതി. ഈശോയോട് ഒത്തിരി സ്നേഹം, ഇപ്പോൾ സ്നേഹത്തെ കഴിഞ്ഞ് അല്പം സ്നേഹത്തെ ഒന്ന് കൂട്ടിയാൽ മതി. ഈശോയോട് എൻ്റെയും കൂടെ ഈ ശുശ്രൂഷിക്കുന്നത് വിളിക്കണമെന്ന് പറഞ്ഞാൽ മതി. ഈശോയോട് എനിക്കും ആത്മാക്കളെ രക്ഷിക്കാനുള്ള ദാഹമുണ്ടെന്ന് പറഞ്ഞാൽ മതി. കർത്താവ് നമ്മളെ എടുത്ത് ഉപയോഗിക്കും. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവിക രഹസ്യങ്ങൾ. ഞാൻ ഇന്നും ഓർക്കുകയാണ്, ഞങ്ങളൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കുമ്പം ഒരു സ്ത്രീ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. കർത്താവ് ആ സ്ത്രീയോട് ചോദിക്കുകയാണ്,
നിങ്ങളുടെ വീട്ടിൽ, ഞാനിത് നിങ്ങളോട് പറഞ്ഞോ എന്ന് ഓർമ്മയില്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ തുറക്കാത്ത ഒരു അലമാരി ഉണ്ടോ എന്ന്, തുറക്കാത്ത ഒരു അലമാരി ഉണ്ടോ എന്ന് ആർക്കും അറിയില്ലാത്തൊരു പരമ രഹസ്യം കർത്താവ് വെളിപ്പെടുത്തി തരികയായിരുന്നു. ഒരിക്കലും തുറക്കാത്ത ഒരു അലമാരി, എന്നേക്കുമായി അടച്ചു വെച്ചിരിക്കുന്ന ഒരു അലമാരി അവിടെ ഉണ്ട്. ഈ ഭൂമിയിൽ ആർക്കും ഈ കാര്യം അറിയത്തില്ല, ഈ സ്ത്രീക്ക് മാത്രം, മകനോട് മാത്രം പറഞ്ഞു. കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുകയായി ഈ കാര്യം. കണ്ണിങ്ങനെ താഴോട്ട് വീഴുന്നത് പോലെ പ്രകാശിച്ചു. ഇതാര് പറഞ്ഞു? പറഞ്ഞില്ലേ, നിന്റെ മുടി താഴോട്ട് വീഴുന്നത് ഞാൻ അറിയും, നീ ഇരുന്നതും നടന്നതും കിടന്നതും ചിന്തിച്ചതും എല്ലാം ഞാൻ അറിയുന്നു. ഞാൻ ഓർക്കുക, ഈ നവീകരണ ധ്യാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്തുമാത്രം ആ ദൈവത്തിൻ്റെ ഒരു പരിപാലനയെക്കുറിച്ചുള്ളൊരു ഓർമ്മ, എന്തുമാത്രം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ കുഞ്ഞുനാൾ മുതൽ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കിതൊരു ബോധ്യമായിട്ട് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തി തരികയാ. ആരും അറിയാത്ത കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തി തന്ന്, ആ അറിവിൽ നിന്നും നമുക്ക് വെളിപ്പെടുത്തി തന്ന് ആ വ്യക്തിയെ വിശുദ്ധിയിലേക്കും പൂർണ്ണതയിലേക്കും അനുതാപത്തിലേക്കും സൗഖ്യത്തിലേക്കും ഒക്കെ നയിക്കുവാൻ ഈ അറിവിൻ്റെ വരം നമ്മളെ സഹായിക്കുകയാണ്. 2 രാജാക്കന്മാർ 5:26 നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. ഗഹസി നാമാൻ്റെ പുറകെ ഓടി സമ്മാനം മേടിക്കാൻ. ആരും കണ്ടില്ലെന്നാണ് അറിഞ്ഞത്, ആരും കണ്ടില്ലെന്നാണ് അറിഞ്ഞത്. ഗഹസി ഓടി സമ്മാനം മേടിക്കാനായിട്ട് കർത്താവ് അത് വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ട് എന്താ ചോദിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? നീ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ആത്മാവ് നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു പറയുകയാണ്. ഏലീശ ചോദിച്ചു, ഇതിനുള്ള നേരമായിരുന്നു അത്? കാണിയേൽ എന്നാ ഓർത്തത്. അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിറങ്ങിയപ്പോൾ എൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസീദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു അത്. എങ്ങോട്ടാ പോയത്? എന്ത് സമ്മാനമാ മേടിച്ചത്? കർത്താവ് ഇതറിയുന്നു. ഞാനൊരിക്കൽ വീട്ടിൽ ചെന്നപ്പോൾ, എൻ്റെ ചാച്ചനും അമ്മച്ചിയൊക്കെ ജീവിച്ചിരിക്കുന്നൊരു കാലഘട്ടമാണ് അന്ന്. എപ്പം വീട്ടിൽ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വണ്ടുകൂലിക്ക് തരാം, ഏറ്റവും കുറഞ്ഞൊരു 500 രൂപയെങ്കിലും തരാതെ ഇന്ന് വരെയും വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. ചിലപ്പോഴൊക്കെ ആരെങ്കിലും സഹോദരന്മാരൊക്കെ ചിലപ്പോൾ തരുന്ന സാഹചര്യങ്ങളുണ്ട്. അത് മേടിച്ചിട്ട് പോരണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രമാണം. നമുക്ക് മഠത്തിലൊന്നും പൈസയുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ പൈസ തന്നപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ കിടന്ന കട്ടിലിൻ്റെ തലോണയുടെ കീഴിൽ അത് വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് വർക്കിച്ചിട്ടുള്ള കാലഘട്ടമാണ്. ഞാനത് ഓർത്ത്, എന്തിനാ പാവപ്പെട്ട കാരണന്മാർ അവരിങ്ങനെ കൃഷിയിടങ്ങളിലൊക്കെ ജോലി ചെയ്ത്, നമുക്കിപ്പോൾ മഠത്തിൽ പൈസയുടെ ആവശ്യം, എനിക്ക് ഒരു ആവശ്യവും ഇല്ല. ഞാനത് വെച്ചിട്ട് പോന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ. അച്ഛൻ ചോദിക്കും, തലയണയുടെ കീഴെ ഒരു 500 രൂപ ഇരിപ്പുണ്ടല്ലോ. കർത്താവേ, ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ സംഭവമാണ്, ചാച്ചൻ തന്നതാണ്, ഞാനത് എടുത്തില്ല. അവനൊരു 500 രൂപ ഉണ്ടാക്കണമെങ്കിൽ എന്തോരം മുളക് പറിക്കാനും എന്തോരം റബ്ബർ വെട്ടാനും ഒക്കെ പോടെ, എനിക്കിതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അറിയാതെ ഇങ്ങോട്ട് വെച്ചെന്ന്. അന്ന് അച്ഛൻ പറഞ്ഞു, മേലാൽ ഈ പണിക്ക് നിന്നേക്കരുത്, അതവരുടെ സന്തോഷമാണ്. നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു ഒന്നുമല്ലല്ലോ, അവരുടെ സന്തോഷമാണ്. 500 രൂപ ആരും കണ്ടിട്ടില്ല, ഒരു മനുഷ്യരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ അറിവിൻ്റെ ആ വരത്തിലൂടെ വെളിപ്പെടുത്തി എന്നോട് ചോദിച്ചു, ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നോ? നമുക്ക് വേണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോൺവെൻറ്റിൽ വന്ന് കൊടുക്കത്തില്ലേ? എത്രയോ 1000 എന്തുമാത്രം വിശ്വാസം നമുക്ക് വർദ്ധിക്കും, അനുതാപം നമുക്കുണ്ടാവും, ദുഃഖം നമുക്കുണ്ടാവും. അവർ സന്തോഷത്തോടെ തന്നത് ഞാൻ സ്വീകരിച്ചില്ലല്ലോ. അവരത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന എത്ര വലുതാണ്. ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തന്നുകൊണ്ട് കർത്താവ് നമ്മളെ വിശുദ്ധിയിലേക്കും വിജ്ഞാനത്തിലേക്കും നിർദ്ദേശങ്ങൾ നൽകി വഴി നടത്തുവാൻ, ജീവിതത്തെ വെട്ടിയൊരുക്കുവാൻ, പല രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അനുവദിക്കുന്ന ഈ അറിവിൻ്റെ വരം നമ്മൾ ഒന്ന് കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കണം. നല്ലതാണ്. ഒരിക്കൽ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പാടുണ്ടെങ്കിൽ 3 മണിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. അവർ കൊന്ത ചൊല്ലി മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മയ്ക്കൊരു അറിവിൻ്റെ വരം വെളിപ്പെടുത്തൽ. നമ്മുടെ മോൾ ഏതോ ഒരു ആൺകൊച്ചിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു പാർക്കിലിരുന്ന് ഉല്ലസിക്കുന്നല്ലോ. അറിവിൻ്റെ വരം ഈ കരുണയുടെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയോ. ഓടി നമുക്കൊന്ന് പോയി നോക്കാം. 2 പേരും കൂടെ ഓടിയപ്പം കുഞ്ഞാറ്റക്കുരുവികൾ അവിടെ ഇരിപ്പുണ്ട്. 2 പേരും കൂടെ ഇങ്ങനെ തൊട്ടുരുമി ഇരിക്കുന്നുണ്ട്. 2 പേരും കൂടെ പിടിച്ചുകൊണ്ട് വന്നു. മക്കളെ വേണ്ട, ഇപ്പോൾ അവൾ വിവാഹ കഴിച്ച് മിടുക്കിയായിട്ട് വേറെ ജീവിക്കുന്നു. അപ്പോൾ കർത്താവ് ഇത് വെളിപ്പെടുത്തുകയാണ്.
അവിടുത്തെ മനസ്സോട് ഒന്ന് ചേർന്നിരുന്ന് കഴിയുമ്പോൾ, അവിടുത്തോട് നമ്മളൊന്ന് ആലോചന ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. ഈ അറിവിൻ്റെ വരം ഒരുപാട് ആവശ്യമുണ്ട് നമുക്ക്. ഈ കേൾക്കുന്ന വചനമെല്ലാം കേട്ട് കേട്ട് നമ്മൾ വളരുകയാണോ തളരുകയാണോ? ഈ ദിവ്യകൂദാശകളൊക്കെ സ്വീകരിച്ച് നമ്മൾ വളരുകയാണോ തളരുകയാണോ? നമുക്കറിയാം, ഒരു പരിധി വരെയും നമ്മൾ ഈ സ്വീകരിച്ചതിനകത്ത് വരാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ അബോധ മനസ്സിൽ കിടക്കുന്ന വിപരീത വികാരാനുഭവങ്ങൾ, ദുഃഖസ്മരണകൾ, ജീവിതത്തെ തളർത്തിക്കളഞ്ഞ ഓർമ്മകൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ വചനത്തെ ഈ പാറപ്പുറത്ത് വീണ വിത്ത് പോലെ, ഈ മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ, വഴിയരികിൽ വീണ വിത്ത് പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊരു ആവശ്യമല്ലേ? ഉള്ളിലെ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് പുറത്തെടുത്ത് കളഞ്ഞ് ഒന്ന് ശുദ്ധീകരിച്ചാൽ കുറച്ചും കൂടെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുകയില്ലേ? ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്, ഈശോ അത് തരുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 നമ്മൾ കണ്ടു, കർത്താവ് പറയുന്നു, നിങ്ങൾ നഗരം വിട്ടു പോകരുതെന്ന്. നഗരം വിട്ടു പോകാതിരുന്ന് ആ സ്വർഗീയ ശക്തി സ്വീകരിച്ചവർക്ക് ഇത് കിട്ടി. അവർ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ എത്തിയപ്പോഴത്തേന് എന്ത് ചെയ്തു? കർത്താവ് ചെയ്തതുപോലെ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങി. കർത്താവ് സമറിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് അവളോട് പറഞ്ഞു, 5 ഭർത്താക്കന്മാരുടെ കാര്യം വെളിപ്പെടുത്തോടുകൂടി അവൾ നമസ്തേ പറഞ്ഞ് കർത്താവിൻ്റെ പാദാന്തികത്തിൽ സമർപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? പത്രോസും കൂട്ടരും ചോദിക്കുകയാണ്, എന്തിനാ ഈ പണിക്ക് പോയത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:4 നമ്മളിത് കാണുന്നത്. പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റുകിട്ടിയത് നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. അറിവിൻ്റെ വരം കാണുകയാ. ഒരു 10,000-കണക്കിന് അനുഭവങ്ങൾ ദൈവം വെളിപ്പെടുത്തത് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എനിക്ക് അയവിറക്കാനായിട്ട് സാധിക്കുകയാ. ഈ നിസാരിൽ എൻ്റെ വചനം കേൾക്കുന്നവരൊക്കെ എന്നെ കഴിഞ്ഞ് നല്ലവരാണെന്ന് ഞാൻ കരുതിക്കൊണ്ടാ പറയുക. നിങ്ങൾ എന്നെ കഴിഞ്ഞും വിശുദ്ധരാണെന്ന് കരുതിക്കൊണ്ടാ പറയുക. എൻ്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നമ്മളിന്ന് സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം മറ്റുള്ളവരുടെ വേദന നിറഞ്ഞ ദുഃഖാനുഭവങ്ങൾ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഗാഗുൽത്തായിലെ യാഗത്തിൽ ഇറ്റിറ്റു വീണ രക്തത്തുള്ളികൾ മനുഷ്യഹൃദയങ്ങളിൽ സ്പർശിച്ച് അവർ പുതുജീവൻ പ്രാപിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിലെ ദുഃഖസ്മരണകളെ പുറത്തെടുക്കുവാൻ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ ഡോക്ടർ വേണ്ടേ? ഏതെങ്കിലും ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഈ അറിവിൻ്റെ വരമുള്ള ഒരാളെങ്കിലും വേണ്ടേ? ദൈവമേ, ഞാനിതിന് തയ്യാറാണെന്ന് നമുക്കും പറയാം. ഞങ്ങളോടും സംസാരിക്കണമേ, ഞങ്ങൾക്കും ദർശനങ്ങൾ നൽകണമേ, ഞങ്ങൾക്കും വെളിപ്പെടുത്തലുകൾ നൽകണമേ, നന്മയായി ഇതിനെ ഉപയോഗിക്കുവാൻ, നന്മയിൽ ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ജീവിതത്തെ തിരുമുൻപിലേക്കൊന്ന് വിട്ടുകൊടുത്തേ, നന്നായി ഒന്ന് വിട്ടുകൊടുത്തേ. ഈശോയെ, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്, പൂർണ്ണമായും നിൻ്റേതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ കയ്യിലെ ഒരു ശക്തമായ ഉപകരണമാകാൻ ഞാൻ കൊതിക്കുന്നു. ഒരു പിടി ബലഹീനതകളും കുറവുകളും കർത്താവെ തീർത്താലും നിഴലുപോലെ പിന്തുടരുന്ന ഒരു പിടി ബലഹീനതകളെങ്കിലും കൊതിയോടെ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ നീ എടുത്ത് ഉപയോഗിക്കണമേ, നിൻ്റെ കയ്യിലെ ശക്തമായ ഉപകരണമാക്കണമേ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവെ, അതിശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ നീ മാറ്റണമേ. അമ്മേ മാതാവേ, അമ്മ സമർപ്പിച്ചതുപോലെ ഞങ്ങളെയും സമർപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയുടേതുപോലെ സ്വർഗീയ പിതാവിന് സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ.